എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരമ്യാ പ്രവചനം 17-ാം അധ്യായം 9-ാം വാക്യം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും ദുഷ്ടതയും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? മേതിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പ്രശസ്ത എഴുത്തുകാരൻ്റെ സൂര്യവംശം എന്ന നോവലിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. കഥ ഇപ്രകാരമാണ്. ഒരു കാട്ടിലൊരു മുള്ളൻ പന്നി ഉണ്ടായിരുന്നു. ആ മുള്ളൻ പന്നി വളരെയേറെ ദുഃഖിതനും ഏകനുമായിരുന്നു. അവൻ്റെ ദുഃഖം അവനെ ആരും സ്നേഹിക്കുന്നില്ല എന്നതായിരുന്നു. അവൻ കാട്ടിൽ മൃഗങ്ങളോടെല്ലാം അത് പറഞ്ഞ് നടന്ന് കരഞ്ഞു. ഒന്നിനും കൊള്ളാത്ത പട്ടിക്കുഞ്ഞുങ്ങളെ മനുഷ്യൻ കയ്യിലെടുത്ത് താലോലിക്കുന്നു. വീട്ടിൽ വളർത്തി പാലും ബിസ്ക്കറ്റും നൽകി ഓമനിക്കുന്നു. വൃത്തികെട്ട മുയൽ കുഞ്ഞുങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഓരോ മൃഗങ്ങളുടെ പേര് പറഞ്ഞ് അവൻ അസൂയപ്പെട്ടും ഉള്ളം നൊന്തും കരഞ്ഞുകൊണ്ട് നടന്നു. ഒടുവിൽ കാട്ടിൽ ആടിപ്പാടി നടക്കുന്ന മയിലിൻ്റെ അടുക്കൽ ചെന്ന് അവൻ ഇത് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ മയിൽ അവനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ ഒന്ന് നോക്കുക. നിന്റെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ കൂർത്ത മുള്ളുകളാണ് നിന്നെ എല്ലാവരിൽ നിന്നും അകറ്റുന്നത്. ആർക്കും നിന്നോട് അടുക്കുവാൻ കഴിയാത്ത വിധം നിന്റെ മുള്ളുകൾ എല്ലാവർക്കും പ്രഹരം ഏൽപ്പിക്കുകയാണ്. ഉടൻ തന്നെ ആ മുള്ളൻ പന്നി, എന്നെ ആരും സ്നേഹിക്കാത്തതിൻ്റെ രഹസ്യം എനിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ, എൻ്റെ മുള്ളുകളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് വിളിച്ചു പറഞ്ഞ് തുള്ളിച്ചാടുകയായി. ഒരു ക്ഷുരകന്റെ അടുക്കൽ ചെന്ന് എൻ്റെ മുള്ളുകൾ കത്രിക കൊണ്ട് വെട്ടിക്കളയും എന്ന് പറഞ്ഞ് അവൻ ക്ഷുരകനെ തേടി ഓടുന്നതാണ് കഥ. ഈ കഥ കാൽപ്പനികമാണ് എങ്കിലും അതിലെ തത്വം വളരെ ചിന്തനീയമാണ്. എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്ന അനേകം ആളുകളെ അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുണ്ടല്ലോ. ഇത്തരം ആളുകൾ ഒന്നുകിൽ ഏകാന്തതയുടെ ഉൾമുറിയിലേക്ക് ഉൾവലിഞ്ഞ് അവർ അന്തർമുഖന്മാരാവുകയോ അല്ലെങ്കിൽ ക്രൂരഭാവത്തോടെ എല്ലാവരോടും വിദ്വേഷമായി പെരുമാറുന്ന വികൃത സ്വഭാവക്കാരായി മാറുകയോ ആണ് ചെയ്യാറുള്ളത്. ഇത്തരക്കാർ അവരവരിലേക്ക് തന്നെ സ്വയം നോക്കി എന്തുകൊണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടുപിടിക്കുവാനാണ് ഈ കഥ നമ്മെ ഉപദേശിക്കുന്നത്. നമ്മളെ മുള്ളുകൾ കണ്ടുപിടിച്ച് അത് കത്തിരിച്ച് കളഞ്ഞാൽ മറ്റുള്ളവർ നമ്മിലേക്ക് തനിയെ ആകർഷിച്ച് അടുത്തു വരും. നമ്മുടെ ഹൃദയത്തിലെ കപടതയും ദുഷ്ടതയും നമ്മിൽ മുള്ളുകൾ നിറയ്ക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം. ഈ മുള്ളുകൾ കണ്ടുപിടിക്കുവാൻ നമ്മുടെ പെരുമാറ്റ ശൈലിയിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്ന്, ആശയവിനിമയ ശൈലിയാണ്. മയമില്ലാതെ കർക്കശമില്ലാതെ സംസാരിക്കുക. ഏത് വിഷയത്തിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവരെ തൻ്റെ പരിധിയിൽ നിർത്തണം എന്ന് ചിന്തിക്കുക. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാതെ നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് കരുതി മറ്റുള്ളവരിലേക്ക് നമ്മുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുക. ഇതെല്ലാം ആശയവിനിമയത്തിലെ മുള്ളുകളാണ്, തെറ്റായ രീതികളാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം. രണ്ടാമത്, മനോഭാവത്തിൻ്റെ ശൈലിയാണ്. മറ്റുള്ളവരുടെ പുച്ഛമായ മനോഭാവം വെച്ച് പുലർത്തുക, പരിഹാസത്തോടെ പെരുമാറുക, മറ്റുള്ളവരെ പൊതുജന മധ്യത്തിൽ കളിയാക്കുക, ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുക, യജമാന മനോഭാവം എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക, മറ്റുള്ളവരെ നമ്മേക്കാൾ മോശക്കാരും താഴ്ന്നവരുമായി പരിഗണിക്കുക, ഞാനെന്ന മനോഭാവത്തോടെ തലയുയർത്തിപ്പിടിക്കുക. ഇതെല്ലാം നമ്മിൽ ഉയർന്നു നിൽക്കുന്ന മനോഭാവ ശൈലിയിലെ മുള്ളുകളാണ്. മൂന്നാമത്, ശരീരഭാഷയുടെ ശൈലിയാണ്. എപ്പോഴും വളരെ ഗൗരവത്തോടെ നടക്കുക, മുഖത്ത് ഒരിക്കലും ഒരു ചിരി വിടരാതിരിക്കുക, കൈ ചൂണ്ടി വർത്തമാനം പറയുക, ഉറക്കെ ശാസിക്കുക, കണ്ണുകളിൽ വളരെ ക്രൂരത നിറഞ്ഞു നിൽക്കുക, മറ്റുള്ളവരോട് ചേർന്ന് നടക്കുവാൻ വൈമനസ്യവും താല്പര്യക്കുറവും കാണിക്കുക. ഇതെല്ലാം ശരീരഭാഷയിലെ മുള്ളുകളാണ്. നാലാമത്, പ്രതികരണ ശൈലിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മതി, ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട, എല്ലാം ആജ്ഞാപിക്കുന്ന മട്ടിൽ സംസാരിക്കുക, മറ്റുള്ളവർ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിച്ച് അവരെ തടസ്സപ്പെടുത്തുക, ഉച്ചത്തിൽ സംസാരിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മറ്റുള്ളവരുടെ സംസാരത്തിന് മുകളിൽ തൻ്റെ അഭിപ്രായം സ്ഥാപിച്ചെടുക്കുക, പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നറിഞ്ഞാലും അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുക, പ്രതിയോഗിയോട് കടുത്ത വാശിയും വൈരാഗ്യവും വെച്ചു പുലർത്തുക, പകരം വീട്ടണം എന്ന ചിന്തയോടെ എപ്പോഴും തക്കം പാർത്തിരിക്കുക. ഇതെല്ലാം നമ്മുടെ പ്രതികരണ ശൈലി വരുന്ന പിഴവുകളാണ്. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടതയും ദുഷ്ടതയും നിറഞ്ഞത് എന്നാണല്ലോ. ഹൃദയത്തിലെ ദുഷ്ടതകളിൽ നിന്നാണ് മുള്ളുകൾ, മറ്റുള്ളവർക്ക് നമ്മെ സ്നേഹിക്കുവാൻ കഴിയാത്ത വിധം നമ്മിൽ മുള്ളുകൾ നിറയുന്നത്.
നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു എന്നാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആകയാൽ നമുക്ക് ഹൃദയത്തിൽ നന്മയും സ്നേഹവും നിറയ്ക്കാം. ആ നന്മയും സ്നേഹവും മറ്റുള്ളവർക്ക് നൽകാം. അപ്പോൾ അവർ നമുക്കും നന്മയും സ്നേഹവും തിരികെ തരും. സ്നേഹം വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് നാം എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കണം. സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുകയുള്ളൂ. ആകയാൽ നമുക്ക് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുവാൻ കഴിയട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.